+2 കെമിസ്ട്രിയിലെ ആറാമത്തെ ചാപ്റ്ററായ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് മെറ്റൽ, അതായത് മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മിനറൽ എന്താണെന്നും അതിൽ നിന്ന് ഓർ എങ്ങനെ മനസ്സിലാക്കാം എന്നും ഗ്യാങ് എന്താണെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ മെറ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്റ്റെപ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ, അതായത് ഗ്യാങ്ങിനെ മാറ്റി ഓറിനെ വൃത്തിയാക്കി എടുക്കുന്ന രീതിയാണ്. അത് പല ഓറുകൾക്ക് പല മെത്തേഡുകളാണെന്നറിയാം. അതിൽ ഒരു മെത്തേഡ് ലെവിഗേഷൻ, മറ്റൊന്ന് മാഗ്നറ്റിക് സെപ്പറേഷൻ, ഇനി ഒരെണ്ണം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഇനി ഒരെണ്ണം അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ലീച്ചിങ് അല്ലെങ്കിൽ ബേസ് പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നാം ഭാഗത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സൈഡ് ഫോമാക്കി മാറ്റുക, അതായത് സ്റ്റെപ്പ് 3. അതായത് നമ്മൾ കാർബണേറ്റിന്റെ ഫോമിലും സൾഫൈഡിന്റെ ഫോമിലും കാണപ്പെടുന്ന ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പ് 3യെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു ഓക്സൈഡ് ഫോമാണ് തൽക്കാലം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്, ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുക. അതായത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കാർബണേറ്റിന്റെ ഫോമിലും സൾഫൈഡിന്റെ ഫോമിലും കാണപ്പെടുന്ന ഓറുകളെ മെറ്റലർജിക്കൽ പ്രോസസ്സ് എളുപ്പത്തിന് ആക്കുന്നതിന് വേണ്ടി ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രണ്ട് രീതികളെ പറ്റി നമുക്ക് സ്റ്റെപ്പ് 3യിൽ പറയാം. അതിൽ ഒന്നാമത്തെ രീതി, അതിനുവേണ്ടി ഒരു ഉദാഹരണം, സിങ്ക് കാർബണേറ്റ്. സിങ്ക് കാർബണേറ്റിനെ നമ്മൾ സാധാരണ കലാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കലാമിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സിങ്ക് സൾഫൈഡ്, ഇതിന് നമ്മൾ സിങ്ക് ബ്ലെൻഡ് എന്നോ സ്പാളറൈറ്റ് എന്നോ പേര് കൊണ്ട് പറയാം. അതിനെയും നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സിങ്ക് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബണേറ്റിന്റെ ഫോമിലെയും സൾഫൈഡിന്റെ ഫോമിലെയും കാണപ്പെടുന്ന ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഹീറ്റ് ചെയ്യുക. ഇനി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ ഒരു എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആവശ്യമുണ്ട് എന്നൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ഹീറ്റിംഗ് പ്രോസസ്സുകൾ തന്നെയാണ്. അതിൽ ആദ്യത്തെ ഹീറ്റിംഗ് പ്രോസസ്സിന്റെ പ്രത്യേകത, അതിനകത്ത് കാർബണേറ്റ് ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഹീറ്റിംഗ് പ്രോസസ്സിന്റെ പ്രത്യേകത, അവിടെ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആദ്യത്തേതാണെങ്കിൽ നമുക്ക് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത്തേതാണെങ്കിൽ അത് ഓക്സിജന്റെ എക്സസ് ഉപയോഗിച്ച്, ഓക്സിജൻ എക്സസ് ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കാൽസിനേഷൻ എന്ന് പറയണം. കാൽസിനേഷൻ. രണ്ടാമത്തെ പ്രോസസ്സിനെ വിളിക്കേണ്ട പേര് റോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്ന രണ്ട് മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗം കാൽസിനേഷൻ ആണ്. രണ്ടാമത്തെ മാർഗം എന്നുള്ളത് റോസ്റ്റിംഗ് ആണെന്ന് ഓർമ്മിക്കുക. അതിലെ കാർബണേറ്റ് ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്ന രീതിയെ നമ്മൾ കാൽസിനേഷൻ എന്നും സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്ന രീതിയെ റോസ്റ്റിംഗ് എന്ന് പറയണം. ഹീറ്റിംഗ് വിത്തൗട്ട് കൺസ്യൂമിങ് ഓക്സിജൻ അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ അതിനെ കാൽസിനേഷൻ എന്നും എക്സസ് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ അതിനെ റോസ്റ്റിംഗ് എന്നും പറയണം. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഓറെല്ലാം തന്നെ ഓക്സൈഡ് ഓൾമോസ്റ്റ് ഓക്സൈഡ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് ആരംഭിക്കാം. സ്റ്റെപ്പ് 4 എന്നുള്ളത് മെറ്റൽ എക്സ്ട്രാക്ഷൻ ആണ്. മെറ്റൽ എക്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, മിനറൽ സെലക്ട് ചെയ്ത്, ഓർ സെലക്ട് ചെയ്ത്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ, അതിലെ ഡിഫറെന്റ് മെത്തേഡുകളെ പറ്റി പഠിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവിടെ കാർബണേറ്റിന്റെയും സൾഫൈഡിന്റെ ഫോമിൽ കാണപ്പെടുന്ന ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുക. അതിനുള്ള രണ്ട് മെത്തേഡുകളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. മെറ്റൽ എക്സ്ട്രാക്ഷനുള്ള വഴിയാണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പൊ മെറ്റൽ എക്സ്ട്രാക്ഷന്റെ മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു വാക്ക് പറയാം. എങ്ങനെ നമുക്ക് മെറ്റൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ അവിടെ റിഡക്ഷൻ ഉപയോഗിക്കാം. റിഡക്ഷൻ എന്ന പ്രോസസ്സിൽ നമുക്ക് മെറ്റൽ ഉണ്ടാക്കാൻ കഴിയും. റിഡക്ഷന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡ് ഇതെല്ലാം ഉപയോഗിക്കാം. ഇനി അത് കൂടാതെ റിയാക്ടിവിറ്റി കൂടിയ നമുക്ക് പറയാം മെറ്റൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം,
സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഈ പറഞ്ഞ മെറ്റൽസിന്റെ ഒക്കെ പ്രത്യേകത തന്നെ നമ്മുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് അത് എക്സ്ട്രാക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെ പറ്റി പറയണം. അതുപോലെ തന്നെ കോപ്പറിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അയണിന്റെ എക്സ്ട്രാക്ഷൻ, സിങ്കിന്റെ എക്സ്ട്രാക്ഷൻ, പിന്നെ അട്രാക്ഷൻ, അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആയ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നതൊരു എക്സ്ട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 4 എന്നുള്ളത് മെറ്റൽ എക്സ്ട്രാക്ഷൻ ആണ്. മെറ്റൽ എക്സ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെ ഓറിൽ നിന്ന് ഓറിന്റെ കൂടെ റെഡ്യൂസിങ് ഏജന്റ് ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി. അതിൽ തന്നെ നമുക്ക് പറയാനുള്ളത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് എക്സ്ട്രാക്റ്റിന് ഉപയോഗിക്കുന്ന ടെക്നിക്കായ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ഇത്രയും ആൾക്കാരിൽ അലുമിനിയം ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അവിടെ ഏറ്റവും ശക്തമായ റെഡ്യൂസിങ് ഏജന്റ് തന്നെ ആവശ്യമുണ്ട്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ട് റെഡ്യൂസിങ് ഏജന്റ് നമുക്കറിയാം, അത് ഇലക്ട്രിസിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പൊട്ടാസ്യം ആയാലും, സോഡിയം ആയാലും, കാൽസ്യം ആയാലും, മഗ്നീഷ്യം ആയാലും, അലുമിനിയം ആയാലും അത് എക്സ്ട്രാക്റ്റിന് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് നമ്മുടെ മെറ്റലർജിക്കൽ ഓപ്പറേഷനിൽ വരുന്ന സമയത്ത് അതിനെ ഇലക്ട്രോ മെറ്റലർജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം ഇത്രയും ആൾക്കാരെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഇലക്ട്രിസിറ്റി ആണ്. അല്ലെങ്കിൽ ഇലക്ട്രോളിസിസിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോ മെറ്റലർജിയിലൂടെ നമുക്ക് പൊട്ടാസ്യം ആയാലും, സോഡിയം ആയാലും, കാൽസ്യം ആയാലും, മഗ്നീഷ്യം ആയാലും, അലുമിനിയം ആയാലും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതിരിക്കുന്നത് അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, മെറ്റൽ എക്സ്ട്രാക്ഷൻ ഞാൻ ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. അതിനെ വിളിക്കേണ്ട പേര് ഇലക്ട്രോ മെറ്റലർജി എന്നാണ്. ഇലക്ട്രോ മെറ്റലർജി. ഇലക്ട്രോ മെറ്റലർജി എന്ന് വെച്ചാൽ ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിന് വേണ്ടി നമുക്കറിയാം ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ഒക്കെ വേണം. അപ്പൊ എങ്കിൽ ഇവിടെ അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവിടെ എന്താണ് കാഥോഡായിട്ട് ഉപയോഗിക്കേണ്ടത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ഇരുമ്പ് ടാങ്ക് ഉപയോഗിക്കുക. ഒരു അയൺ ടാങ്ക് കാഥോഡായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിനകത്ത് ആനോഡായിട്ട് ഗ്രാഫൈറ്റിന്റെ റോഡുകൾ, ഗ്രാഫൈറ്റ്, ഇത് ആനോഡായിട്ട് ഉപയോഗിക്കുക. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ബേയസ് പ്രോസസ്സിലൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലൂമിന. ഈ അലൂമിനയുടെ പ്രത്യേകത മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, കണ്ടക്ഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഒരു ഇലക്ട്രോളിസിന് സൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ വരാൻ പാടില്ല, ഒരുപാട് മെൽറ്റ് ചെയ്യാൻ പാടില്ല, ഒരുപാട് മെൽറ്റിംഗ് പോയിന്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ എളുപ്പത്തിൽ കണ്ടക്ട് ചെയ്യുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയും കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയും ഇതിന്റെ കൂടെ നമ്മൾ സാധാരണ ക്രയോലൈറ്റ് കൂടെ ചേർക്കാറുണ്ട്. ക്രയോലൈറ്റിന്റെ ഫോർമുല Na3Al(F6). ഓക്കെ, അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തുകൊണ്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ അലൂമിനിയയുടെ കൂടെ ക്രയോലൈറ്റ് കൂടെ മിക്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയും കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത് മെറ്റൽ എക്സ്ട്രാക്ഷൻ ആണ്. മെറ്റൽ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മൾ ഇലക്ട്രോ മെറ്റലർജി ആണ് ആദ്യം പറയുന്നത്. ഇലക്ട്രോ മെറ്റലർജി സിംപ്ലി ഇലക്ട്രോളിസിസ് ആണ്. അത് അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുവേണ്ടി ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ് റോഡുകളാണ്. കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അയൺ ടാങ്ക് ആണ്. ഇലക്ട്രോലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അലുമിനിയം ആൻഡ് ക്രയോലൈറ്റ്. ഓക്കെ, ഇനി അതിനകത്ത് ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യാനും കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇലക്ട്രോളിസിസ് ചെയ്യാം. ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് Al2O3 സ്പ്ലിറ്റ് ചെയ്തിട്ട് Al3+ഉം O2- ആയിട്ട് മാറുന്നു. ഇനി കാഥോഡിലേക്ക് നമുക്കറിയാം ഈ അയൺ ടാങ്ക് ആണ്. ആ കാഥോഡിലേക്ക് Al3+ വരുന്നുണ്ട്, റിഡക്ഷൻ ആണ്. Al3+ വന്നിട്ട് 3 ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അലുമിനിയം അവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കാഥോഡ് ആ ഇരുമ്പ് ടാങ്കിന്റെ താഴെയായിട്ട് അവിടെ അലുമിനിയം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുക. സോ അലുമിനിയം പുറത്തേക്ക്. ഓക്കെ, ഇനി ആനോഡിലെ കഥ കൂടെ നമുക്ക് പറയാം. ആനോഡിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവിടെ O2- ആ 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിജൻ ആയിട്ട് മാറ്റുന്നുണ്ട്. നമുക്കറിയാം ഓക്സിജൻ ഡയറ്റോമിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിജൻ
വീണ്ടും ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആനോഡ് നമുക്കറിയാം അത് കാർബൺ ആണ്. ഈ കാർബണിലേക്ക് ഓക്സിജൻ ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാർബൺ ഓക്സിജനെ കാണുന്ന സമയത്ത് അവിടെ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന ആനോഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫർണസിന്റെ പ്രത്യേകത ആനോഡുകൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ആനോഡുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആനോഡുകൾ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആനോഡുകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അതിന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആനോഡ് എന്ന് വെച്ചാൽ കാർബൺ ആണ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. ആനോഡിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ പറഞ്ഞിരിക്കുന്ന ഗ്രാഫൈറ്റ് കമ്പാരിറ്റീവ്ലി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ട് ഈ പറഞ്ഞ ആനോഡുകളെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറയാം. ഓക്കെ, ഈ പറഞ്ഞ മെത്തേഡിന്റെ പ്രത്യേകത ലോകത്തിന്റെ ഒരു ഭാഗത്തിരുന്ന് ചാൾസ് മാർട്ടിൻ ഹാൾ എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനും ലോകത്തിന്റെ മറുഭാഗത്തിരുന്ന് പോൾ ഹറൗൾട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും കൂടെ ചേർന്ന് കണ്ടുപിടിച്ച പ്രോസസ്സാണ്. അപ്പൊ എങ്കിൽ ആ പ്രോസസ്സിന് നമുക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ചാൾസ് മാർട്ടിൻ ഹാളിന്റെ പേരിലും പോൾ ഹറൗൾട്ടിന്റെ പേരിലും ഹറൗൾട്ട് പ്രോസസ് എന്ന് പറയാം. ഹാൾ ഹറൗൾട്ട് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ഓർമ്മിക്കാം. മിനറൽ ഓർ സ്റ്റെപ്പ് 1 ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ, സ്റ്റെപ്പ് 2 പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ. അതിനകത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് ലെവിഗേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്ലോട്ടേഷൻ, ലീച്ചിങ്. ലീച്ചിങ്ങിന്റെ മറ്റൊരു പേര് ബേയസ് പ്രോസസ്. ഇനി സ്റ്റെപ്പ് 3 ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിനകത്ത് കാൽസിനേഷൻ, റോസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു. സ്റ്റെപ്പ് 4ന്റെ പ്രത്യേകത മെറ്റൽ എക്സ്ട്രാക്ഷൻ ആണ്. മെറ്റൽ എക്സ്ട്രാക്ഷന് വേണ്ടി നമുക്ക് ആദ്യം അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു. അവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോളിസിസ് തന്നെയാണ് മാർഗം. ഇലക്ട്രോളിസിന്റെ കാര്യങ്ങൾ മെറ്റലർജിയിൽ അപ്ലൈ ചെയ്താൽ അത് ഇലക്ട്രോ മെറ്റലർജി എന്ന് പറയണം. ഇലക്ട്രോ മെറ്റലർജിയിലൂടെ എക്സ്ട്രാക്ഷൻ കഴിയുന്ന ഒരു മെറ്റൽ അലുമിനിയമാണ്. ഇനി അലുമിനിയത്തിന്റെ ഇലക്ട്രോ മെറ്റലർജിക് പ്രോസസ്സിന് മറ്റൊരു പേരുണ്ട്, ഹാൾ ഹറൗൾട്ട് പ്രോസസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ ഹാൾ ഹറൗൾട്ട് പ്രോസസ്സിന്റെ പ്രത്യേകത അവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ആണ്, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് അയൺ ടാങ്ക് ആണ്. ഇനി അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അലുമിന ആൻഡ് ക്രയോലൈറ്റ്. എന്തുകൊണ്ട് ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യുക, കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഇനി ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് കാഥോഡിൽ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ആനോഡിൽ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ആ ഓക്സിജൻ ഈ ആനോഡായ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ആനോഡ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആനോഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അയണിന്റെ എക്സ്ട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അയണിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി നമുക്ക് ഒരു 10-30 അടിയോളം പൊക്കമുള്ള ഒരു ഫർണസ് തന്നെയുണ്ട്. ആ ഫർണസ് അറിയപ്പെടുന്ന പേര് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്നത്. ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രത്യേകത, ബ്ലാസ്റ്റ് ഫർണസ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അയണിന്റെ ഓറായ ഹെമറ്റൈറ്റും ലൈംസ്റ്റോൺ, കാൽസ്യം കാർബണേറ്റും കാർബൺ അല്ലെങ്കിൽ കോക്കും ചേർന്ന ഒരു മിക്സ്ചർ ആണ്. ബ്ലാസ്റ്റ് ഫർണസ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മിക്സ്ചർ എന്ന് വെച്ചാൽ ഹെമറ്റൈറ്റും കാൽസ്യം കാർബണേറ്റും കോക്കും ചേർന്ന മിക്സ്ചർ ആണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന മിക്സറിനെ ഈ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് ഇടുക. ഇനി താഴെ നിന്ന് മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ ഫ്ലോ ചെയ്യിക്കുക. മുകളിലോട്ട് ഓക്സിജൻ വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അവിടെ ഒരു കമ്പഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു കമ്പസ്റ്റൻ സോണിൽ വെച്ച് ഈ കാർബൺ നമുക്ക് ഇവിടെ എഴുതാം, കമ്പസ്റ്റൻ സോൺ അല്ലെങ്കിൽ കമ്പഷൻ സോൺ. ആ സോണിന്റെ പ്രത്യേകത ഏകദേശം ഒരു 1775 കെൽവിൻ. പെർഫെക്റ്റ് ആയ നമ്പർ അല്ല, എന്നാലും നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് നമുക്കൊരു ഹൈ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ സോണിൽ വെച്ച് ഈ പറഞ്ഞിരിക്കുന്ന ചാർജിൽ വരുന്ന കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ തന്നെ എക്സോതെർമിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയിരിക്കുന്ന കോക്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് എന്നറിയപ്പെടുന്ന റെഡ്യൂസിങ് ഏജന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് വെച്ച് കമ്പഷൻ സോണിൽ വെച്ച് അവിടെ കാർബൺ മോണോക്സൈഡ് എന്നറിയപ്പെടുന്ന റെഡ്യൂസിങ് ഏജന്റ് അവിടെ ഉണ്ടായെന്ന് ഓർമ്മിക്കുക. ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടായതിനു ശേഷം ആ കാർബൺ മോണോക്സൈഡ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാർബൺ മോണോക്സൈഡ് രണ്ടാമത്തെ ആളായ Fe2O3 കണ്ടുമുട്ടുന്നുണ്ട്. സോ Fe2O3യും ഈ കാർബൺ മോണോക്സൈഡും റിഡക്ഷൻ സോണിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കണ്ടുമുട്ടിയതിനു ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന അയൺ എന്നറിയപ്പെടുന്ന മെറ്റൽ അവിടെ ഉണ്ടായി, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അയൺ ഉണ്ടാവുന്നുണ്ട്. അയൺ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് താഴോട്ട് വന്ന് അയൺ ഇതുവഴി പുറത്തോട്ട് വരുന്നുണ്ട്.
ഈ അയണിന്റെ പ്രത്യേകത വലിയ വലിയ ലംസ് ആയിട്ടാണ് അയൺ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഒരുപാട് ടൺ കണക്കിനാണ് അയണിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടുന്ന വലിയ ലംബിനെ നമ്മൾ വിളിക്കുന്ന പേര് പിഗ് അയൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വലിയ ലംസ് ഓഫ് അയണിനെ നമ്മൾ വിളിക്കുന്ന പേര് പിഗ് അയൺ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ സോണിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. റിഡക്ഷൻ സോണിന്റെ പ്രത്യേകത ഏകദേശം ഒരു 875 കെൽവിൻ ആണെന്ന് തൽക്കാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് ആ നമ്പർ അല്ല, നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ഏകദേശം അടുത്തൊരു നമ്പർ നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലെ കമ്പഷൻ സോണിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ റിഡക്ഷൻ സോണിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അവശേഷിക്കുന്ന ആള്, ഈ ഹെമറ്റൈറ്റിന്റെ റോള് ഞാൻ പറഞ്ഞു, കാർബണിന്റെ റോള് പറഞ്ഞു. ഇനി അവശേഷിക്കുന്ന ലൈം സ്റ്റോണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ആ ലൈം സ്റ്റോൺ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ അയണിന്റെ പ്രത്യേകത, അയൺ ഓക്സിജനെ കണ്ടുമുട്ടിയാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ അയൺ റസ്റ്റായിട്ട് മാറിപ്പോകും, തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി, അയൺ ഓക്സിജൻ കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നത്. ആ കാൽസ്യം കാർബണേറ്റിന്റെ പ്രത്യേകത CaCO3 ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നുണ്ട്. ആ കാൽസ്യം ഓക്സൈഡ് ഈ പറഞ്ഞിരിക്കുന്ന ഫർണസിനകത്തുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് CaSiO3 എന്നറിയപ്പെടുന്ന ഒരു സ്ലാഗ് അവിടെ ഫോം ചെയ്യണം. സ്ലാഗ്, ഈ സ്ലാഗിന്റെ പ്രത്യേകത, സ്ലാഗ് ഒരു മെൽറ്റ് ആണ്. ആ മെൽറ്റ് ഈ അയണിനും ഓക്സിജനും ഇടയിലായിട്ട് വരുന്നു എന്ന് ഓർമ്മിക്കുക. ഇവിടെ ഒരു സ്ലാഗ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. CaSiO3യുടെ ഒരു സ്ലാഗ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്ലാഗിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്ലാഗിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ പറയണം. അവിടെ അയണും ഓക്സിജനും തമ്മിലുള്ള കോൺടാക്ട് ഇല്ലാതാക്കി റസ്റ്റിംഗിൽ നിന്ന് തടയാൻ വേണ്ടിയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്ലാഗ് ഫോം ചെയ്യുന്ന ഈ സോണിനെ നമ്മൾ സ്ലാഗ് ഫോർമേഷൻ സോൺ എന്ന് പറയാം. ഫോർമേഷൻ സോൺ അത് ഏകദേശം ഒരു 1275 അല്ലെങ്കിൽ 75 കെൽവിൻ അടുപ്പിച്ച് നമുക്ക് പറയാം. 1275 പറയാം. ഓക്കെ, അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകൂടെ ഓർമ്മിക്കാം. അയണിന്റെ എക്സ്ട്രാക്ഷൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ടെമ്പറേച്ചറിന്റെ സാന്നിധ്യമുണ്ട്. ടെമ്പറേച്ചറിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ പൈറോ എന്നൊരു വാക്കുകൊണ്ട് പറയും. ഹൈ ടെമ്പറേച്ചർ പൈറോ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി. ഓക്കെ, അപ്പൊ പൈറോ മെറ്റലർജിയിൽ നമുക്ക് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതിനകത്ത് ഉപയോഗിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രത്യേകത ഏകദേശം 2-3 നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കമുള്ള ഒരു ഫർണസ് ആണ്. ഈ ഫർണസിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മിക്സ്ചർ ഓഫ് ഹെമറ്റൈറ്റ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് കാർബൺ അല്ലെങ്കിൽ കോക്ക്. ഇനി അവിടെ 3 സോണിൽ കാര്യങ്ങൾ പറയണം. അതിൽ ഒന്നാമത്തെ സോൺ എന്ന് വെച്ചാൽ കമ്പസ്റ്റൻ സോൺ ആണ്. ആൾമോസ്റ്റ് 1775 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, കാർബൺ അല്ലെങ്കിൽ കോക്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നുണ്ട്. ആ കാർബൺ ഡയോക്സൈഡ് കാർബണിനെ റെഡ്യൂസ് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് എന്നറിയപ്പെടുന്ന റിയൽ റെഡ്യൂസിംഗ് ഏജന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ റിഡക്ഷൻ സോണിൽ വെച്ച് Fe2O3 എന്നുള്ളത് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് Fe ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന അയണിനെ നമ്മൾ വിളിക്കുന്ന പേര് പിഗ് അയൺ എന്ന് പറയാറുണ്ട്. ഇനി പിഗ് അയണിന്റെ പ്രത്യേകത, അവിടെ ഓക്സിജനായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവിടെ റസ്റ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. സോ റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ സ്ലാഗ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. സ്ലാഗ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലൈം സ്റ്റോൺ തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നുണ്ട്. ആ കാൽസ്യം ഓക്സൈഡ് ഈ പറഞ്ഞ ഫർണസിനകത്ത് കാണുന്ന സിലിക്ക അല്ലെങ്കിൽ മണലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് CaSiO3 കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഫോം ചെയ്യുന്നു. സ്ലാഗ് പ്രിവെന്റ്സ് ദി കോൺടാക്ട് ബിറ്റ്വീൻ അയൺ ആൻഡ് ഓക്സിജൻ ആൻഡ് പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് റസ്റ്റിംഗിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റലിനെ തടയുന്നു എന്ന് ഓർമ്മിക്കുക. ഇനി ഇതിനകത്ത് ബന്ധപ്പെട്ട ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇതിനകത്ത് പ്യൂറസ്റ്റ് ഫോം, അയണിനെ പ്യൂർ ആക്കി എടുക്കാം. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് റോട്ട് അയൺ എന്ന് പറയണം. റോട്ട് അയൺ. ഓക്കെ, അങ്ങനെ ചോദ്യം കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിനെ പിഗ് അയൺ എന്ന് പറയണം. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയണിനെ നമ്മൾ റോട്ട് അയൺ എന്ന് പറയും. ഇനി അയണിന്റെ കൂടെ കാർബൺ ചേർത്താൽ ആ കിട്ടുന്നതിന് നമ്മൾ സ്റ്റീൽ എന്നും പറയാം. ഓക്കെ, അപ്പൊ അയണിന്റെ എക്സ്ട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത മെറ്റലിലേക്ക് പോവാം. ശരി, അപ്പൊ ഇതുവരെ പറഞ്ഞത് അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ പറഞ്ഞു. അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ഹാൾ ഹാർഡ് പ്രോസസ് എന്നറിയപ്പെടുന്നുണ്ട്. അതേസമയം അയണിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ പൈറോ മെറ്റലർജിയാണ്. അത് ബ്ലാസ്റ്റ് ഫർണസിന്റെ കാര്യം പറയാം. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് സിൽവറിന്റെയും ഗോൾഡിന്റെയും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതിനുവേണ്ടി വേറെ ഒരു റിയാക്ഷൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സിൽവറിന്റെ ഓർ Ag2S ആണ്.
A2S സോഡിയം സയനൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. NaAgCN ട്വൈസ് ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സിൽവറിന് സോഡിയം സയനൈഡിനകത്ത് ഡിസോൾവ് ചെയ്ത് കിട്ടി, ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്തു. ആ കോംപ്ലക്സിന്റെ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ആ കോംപ്ലക്സിന്റെ കൂടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ സിങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഈ സിൽവറിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ അവിടെ കിട്ടുന്ന കോംപ്ലക്സിന്റെ ഫോമിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ Na, ഇനി സിൽവർ അങ്ങ് പുറത്തോട്ട് പോയി, ബാക്കി അതേ സ്ഥാനത്ത് സിങ്ക് വരും. ഇനി Cn ഉണ്ട്. നമുക്ക് സിൽവർ അവിടെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സിൽവറിന്റെ പ്രൊഡക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ബാക്കി കിട്ടുന്ന കോംപ്ലക്സിന്റെ പ്രത്യേകത, അതിന്റെ വാലൻസി കൺസെൻട്രേഷൻ നോക്കുമ്പോൾ സിൽവറിന് +1 ആണ് വാലൻസി എങ്കിൽ സിങ്കിന് +2 ആണ്. അപ്പൊ സിൽവറിന് എത്ര വേണോ അതിന്റെ ഇരട്ടി ആൾക്കാർ സിങ്കിന് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സോഡിയം ഇവിടെ Na എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ Na2 എന്ന് എഴുതണം. ഇവിടെ സയനൈഡ് 2 ആണെങ്കിൽ അതിന് പകരം ഇവിടെ 4 എന്ന് എഴുതണം. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ശരി, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സിൽവർ അവിടെ കിട്ടിയെന്ന് ഓർമ്മിച്ചു വേണം. അപ്പൊ സിൽവറിന്റെയും ഗോൾഡിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡ് ചേർത്തൊരു ടെക്നിക്കാണ്. സോഡിയം സയനൈഡ് ചേർക്കുന്ന ഈ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്നത് സയനൈഡ് പ്രോസസ്. സയനൈഡ് പ്രോസസ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേര് ഹൈഡ്രോമെറ്റലർജി എന്ന് പറയാം. അത് സിൽവറും ഗോൾഡും എക്സ്ട്രാക്റ്റിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, സിൽവറിന്റെ ഓറിനെ സോഡിയം സയനൈഡിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് കിട്ടുന്നുണ്ട്. ആ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സിങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സിൽവർ പുറത്തു വരുന്നുണ്ട്. സിങ്ക് മറ്റൊരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഗോൾഡിന്റെ കാര്യം എഴുതുന്ന സമയത്ത് ഗോൾഡിന് ഓർ പ്രത്യേകിച്ചില്ല. ഗോൾഡ് ഇംപ്യൂർ ഫോമിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡ് വെച്ച് ഇക്വേഷൻ എഴുതുമ്പോൾ ഗോൾഡ് എയുവിന് പ്രത്യേകിച്ച് ഓറില്ല. എയു തന്നെ ഇംപ്യൂർ ഫോം എന്നേ ഉള്ളൂ. അതിന്റെ കൂടെ സോഡിയം സയനൈഡ് ആഡ് ചെയ്യണം. ഇനി അവിടെ ഓക്സിജൻ കൂടെ, റിയാക്ടിവിറ്റി കുറവായാലും ലേശം ഓക്സിജൻ കൂടെ കാണിക്കുക. എന്നിട്ട് കോംപ്ലക്സിന്റെ ഫോമിൽ എഴുതുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ Na സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് AuCN ട്വൈസ്. ഇനി ഇതേ സാധനത്തിന്റെ കൂടെ NaAuCN ട്വൈസിന്റെ കൂടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആയിട്ട് കൂടിയ സിങ്ക് ആഡ് ചെയ്യുക. സിങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഗോൾഡിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നു. ഗോൾഡിനെ പുറത്താക്കി Au പ്ലസ്. നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സിന്റെ ഫോമിൽ എഴുതുന്ന സമയത്ത് സിങ്കിന് ഈ പറഞ്ഞിരിക്കുന്ന ഗോൾഡിന്റെ ഇരട്ടി സോഡിയം വേണം. സോ കോംപ്ലക്സിന്റെ ഫോമിലെ Na2, ഇനി എയുടെ സ്ഥാനത്ത് സിങ്ക് കയറി Zn. Cn ട്വൈസ് ആണെങ്കിൽ ഇവിടെ Cn 4 ടൈംസ് എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾഡിന്റെ പ്രിപ്പറേഷൻ, ഗോൾഡിന്റെ സിൽവറിന്റെ പ്രിപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് സയനൈഡ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോമെറ്റലർജി എന്നൊരു വാക്കുകൊണ്ട് പറയാം. ഇനി അവശേഷിക്കുന്നത് കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. കോപ്പറിന്റെ ഓർ CuFeS2 കോപ്പർ പൈററ്റിസ്. ഈ കോപ്പർ പൈററ്റിസിന്റെ പ്രത്യേകത, നമ്മൾ ആദ്യം ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് സമയത്ത് അവിടെ Cu2S ഉം Fes ഉം +SO2 ചേർന്ന് ഒരു മിക്സർ ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേര് മാറ്റ് എന്നാണ്. മാറ്റ്, MATTE. അതിൽ നിന്ന് Cu2S എടുക്കുക, അതിനെ ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് അത് Cu2O ആയിട്ട് മാറ്റുന്നുണ്ട് +SO2. അപ്പൊ അവിടെ ഒരു ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ. ഇനി ആ കിട്ടുന്ന Cu2O ബാക്കിയിരിക്കുന്ന Cu2S ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്, അപ്പൊ Cu2Sന്റെ കുറേ ഭാഗം Cu2 ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന Cu2Sനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോപ്പർ ആയിട്ട് മാറി +SO2. ഓക്കെ, കോപ്പർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിനെ നമ്മൾ സാധാരണ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നോ ഓട്ടോ റിഡക്ഷൻ എന്നോ പറയാം. റിഡക്ഷൻ. നാലാമത്തെ പ്രോസസ്സ് D എന്നുള്ളത് ഓട്ടോ റിഡക്ഷൻ ആണ്. ഓട്ടോ റിഡക്ഷനിലൂടെ നമുക്ക് എക്സ്ട്രാക്ടിന് പറ്റുന്ന ഒരു മെറ്റൽ കോപ്പർ ആണെന്ന് ഓർമ്മിക്കാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഓട്ടോ റിഡക്ഷന് വേണ്ടി, ഓട്ടോ റിഡക്ഷൻ നമ്മൾ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി കോപ്പർ പൈററ്റിസിനെ ഓക്സിഡൈസ് ചെയ്യുക. അപ്പൊ അവിടെ മാറ്റ് എന്നറിയപ്പെടുന്ന ഒരു മിക്സർ അവിടെ ഉണ്ടാവുന്നുണ്ട്. മാറ്റ് ഇസ് എ മിക്സർ ഓഫ് Cu2S and Fes. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ Cu2Sന്റെ ഒരു ഭാഗം ഓക്സിഡൈസ് ചെയ്തിട്ട് Cu2O ആയിട്ട് മാറുന്നുണ്ട്. ആ Cu2 എന്നുള്ളത് ബാക്കിയിരിക്കുന്ന Cu2Sനെ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോപ്പർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോപ്പർ ഉണ്ടാകുന്ന സമയത്ത് കൂടെ ഉണ്ടാകുന്ന, ഇപ്പൊ കോപ്പർ ആണെന്ന് വെച്ചോ, കോപ്പർ ഉണ്ടാകുന്ന സമയത്ത് കൂടെ ഉണ്ടാകുന്ന ഗ്യാസ് സൾഫർ ഡയോക്സൈഡ് ആണ്. ഈ സൾഫർ ഡയോക്സൈഡ് ഇങ്ങനെ ഇതിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് അവിടെ ചെറിയ ചെറിയ കുഴികൾ ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കോപ്പറിൽ ഉണ്ടാകുന്ന കുഴികളെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലിസ്റ്ററിംഗ് അപ്പിയറൻസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ ഫർണസിൽ നിന്ന് കിട്ടുന്ന കോപ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലിസ്റ്റർ കോപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ അയണിന്റെ എക്സ്ട്രാക്ഷനിലൂടെ കിട്ടുന്ന അയണിനെ നമ്മൾ പിഗ് അയൺ എന്ന് പറഞ്ഞതുപോലെ കോപ്പറിന്റെ എക്സ്ട്രാക്ഷനിലൂടെ കിട്ടുന്ന കോപ്പറിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയും. അതിന് കാരണം വരുന്നില്ല, സൾഫർ ഡയോക്സൈഡ് അവിടെ എക്സ്പെൽ ചെയ്ത് പോകുന്നത് കൊണ്ടാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അലുമിനിയത്തിന്റെ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അയണിൻ്റെതായി, കോപ്പറിൻ്റെതായി, പിന്നെ ഗോൾഡും സിൽവറുമായി. ഇനി അവശേഷിക്കുന്നത് സിങ്ക് മാത്രമേ ഉള്ളൂ. സിങ്കിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മൾ സിങ്ക് ഓക്സൈഡിന്റെ കൂടെ കാർബൺ എന്ന റെഡ്യൂസിങ് ഏജന്റോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സിങ്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അവിടെ മാറുന്നുണ്ട്. അപ്പൊ അവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മിച്ചു വേണം. അപ്പൊ എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് കൂടെ ഓർമ്മിച്ചു വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. സ്റ്റെപ്പ് 3 പറഞ്ഞു. സ്റ്റെപ്പ് 3 ഓക്സൈഡ് ഫോർമേഷൻ ആക്കുന്നതിനെ പറ്റി, അതായത് കാർബണേറ്റ് ഫോമിനെയും സൾഫൈഡ് ഫോമിനെയും ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയെ പറ്റി പറഞ്ഞു. അതിനുവേണ്ടി കാൽസിനേഷനും റോസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാം. അവിടെ കാൽസിനേഷന്റെ പ്രത്യേകത ഹീറ്റിംഗ് വിത്തൗട്ട് കൺസ്യൂമിങ് ഓക്സിജൻ ആണ്. അതേസമയം റോസ്റ്റിംഗ് ആണെങ്കിൽ ഹീറ്റിംഗ് ബൈ കൺസ്യൂമിങ് എക്സസ് ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം. പിന്നെ മെറ്റൽ എക്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട 5 ഹെഡിങ്സ് ആണ് പറഞ്ഞത്. അലുമിനിയം എക്സ്ട്രാക്ടിന് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ നമ്മൾ ഇലക്ട്രോ മെറ്റലർജി എന്നോ ഹാൾ ഹാരോൾട്ട് പ്രോസസ് എന്നോ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അയണിന്റെ എക്സ്ട്രാക്ഷൻ ബ്ലാസ്റ്റ് ഫർണസിലാണ്, അതിനെ പൈറോ മെറ്റലർജി എന്നൊരു വാക്കുകൊണ്ട് പറയണം. പിന്നെ ഗോൾഡ് സിൽവറിന്റെ എക്സ്ട്രാക്ഷനെ സോഡിയം സയനൈഡിൽ ഡിസോൾവ് ചെയ്ത് ഉണ്ടാക്കുന്ന ടെക്നിക്ക് ആയതുകൊണ്ട് അത് സയനൈഡ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോ മെറ്റലർജി ആണ്. പിന്നെ അടുത്ത കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ ആണെങ്കിൽ അവിടെ ഓട്ടോ റിഡക്ഷൻ ആണ്, സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ്. സിങ്ക് ആണെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്ത് സിങ്ക് ഓക്സൈഡിനെ സിങ്ക് ആക്കി മാറ്റാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ 4 സ്റ്റേജ് എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ക്രഷ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്യൂരിഫൈ ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സൈഡ് ഫോം ആക്കി മാറ്റി, നാലാമത്തെ സ്റ്റെപ്പിൽ പിന്നെ ഈ മെറ്റലിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5ാമത്തെ സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കിട്ടിയ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽ റിഫൈനിങ്ങിനെ പറ്റിയാണ് നമുക്ക് ഇനി അടുത്ത് പറയേണ്ടത്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.